ബി രാധാകൃഷ്ണ മേനോൻ, എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മൗനം ദീക്ഷിക്കുന്നത്? നമുക്കറിയാം, പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളുടെ പേരുകളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞത് രമേശ് ചെന്നിത്തല സമ്മതിച്ചിട്ടുണ്ട്, ഇത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ സംഭാവനയാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത്തരം സംഭാവനകൾ വാങ്ങുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മുഖ്യമന്ത്രി മാത്രം അക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അതുമാത്രമാണ് അവരുടെ പ്രശ്നം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്തത് മാസപ്പടിയല്ല, അത് കൃത്യമായ അവർക്ക് കൊടുത്ത കൃത്യമായ അഴിമതിയാണ്, അല്ലെങ്കിൽ അവർ കൈക്കൂലിയാണ് എന്നുള്ള തരത്തിലാണ് പ്രൊഫസർ റോണി കെ ബേബി പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ മുഖ്യമന്ത്രി ഇതങ്ങ് സമ്മതിച്ചാൽ മതി എന്നുള്ള തരത്തിലാണ് പ്രൊഫസർ റോണി കെ ബേബി പറയുന്നത്. രാധാകൃഷ്ണ മേനോൻ. വിനോദേ, നമ്മുടെ നാട്ടില് ഈ CMRലുമായി ബന്ധപ്പെട്ട് ദശാബ്ദങ്ങളായി കേരളത്തിൽ നടന്നു വരുന്ന കേരളത്തിന്റെ പ്രകൃതി ചൂഷണം, ആ ചൂഷണത്തിന് ഇരയാവുന്ന, അതിന്റെ ദുരന്തം അനുഭവിക്കുന്ന വലിയൊരു ജനവിഭാഗം ആറാട്ടുപുഴ അടക്കം, ആലപ്പുഴ അടക്കം ഒട്ടേറെ പ്രദേശങ്ങളിലുണ്ട്. ഈ തരത്തിൽ ദുരന്ത അനുഭവിക്കുന്ന ജനങ്ങളുടെ ജീവന്, അവരുടെ സ്വത്തിന് പകരമായി കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കൾ, അത് കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒട്ടേറെ ആളുകളുടെ പേരാണ് അവരുടെ ഡയറിയിൽ നിന്നും കഴിഞ്ഞ ദിവസം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി പിണറായി വിജയന്റെ മകൾ അവരുടെ പ്രത്യേക അക്കൗണ്ടിലേക്ക്, പ്രത്യേക ബോഗസ് കമ്പനിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള ഇവർക്ക് യാതൊരു സേവനവും നൽകാത്ത ആ സ്ഥാപനത്തിലേക്ക് പണം വാങ്ങുകയും അത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ അത് വളരെ പരമപ്രധാനമാണ് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഇത് കേരളത്തിൽ പണപ്പിരിവ് സർവ്വസാധാരണമാണ്, രാഷ്ട്രീയ പാർട്ടികൾ പണം മേടിക്കുന്ന പോലെയുള്ള ഒരു ഏർപ്പാടാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ ഇന്ത്യ മുന്നണി സംയുക്തമായി നടത്തുന്ന ഒരു പ്രചരണം, അല്ലെങ്കിൽ അവര് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഈ വിഷയത്തെ നേരിടാൻ തയ്യാറാവുന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇത് സംബന്ധിച്ച് കണ്ടുവരുന്നത്. കാരണം അവര് വളരെ ലാഘവത്തോടു കൂടി ഇത് സാമ്പത്തിക അലിഗേഷൻ എന്നുള്ള നിലയിലല്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ പണപ്പിരിവാണ് എന്ന് വരുത്തി തീർക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇപ്പൊ രാജ്യത്തിന്റെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ കമ്പനി അത് മുന്നോട്ട് നടത്തുന്നതിന് വേണ്ടി സ്ഥിരമായി ഒട്ടേറെ വ്യക്തികൾക്ക് ആ ചൂഷണത്തിന്റെ വില പണമായി നൽകിക്കൊണ്ട് ആ പണം കൈക്കൂലിയായി കൈപ്പറ്റുന്ന ആളുകളുടെ കൂട്ടായ്മ ഒരുമിച്ച് ഇതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന ഇന്നത്തെ ഈ സാഹചര്യം കേരള രാഷ്ട്രീയത്തിന്റെ അഴിമതി വിരുദ്ധ പ്രസംഗം നടത്തുന്ന, കേരളത്തിൽ അഴിമതി വിരുദ്ധ നിലപാടെടുക്കുന്ന ആളുകൾ അവരൊക്കെ ഇതിനെ കണ്ടില്ലെന്ന് പലപ്പോഴും നടിക്കുന്നതായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷമുള്ള സാഹചര്യങ്ങളെല്ലാം അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ തീർച്ചയായിട്ടും ഇത് കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലോടുകൂടി, അന്വേഷണത്തോടുകൂടി ഒരു വലിയ പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ചും ഇതൊരു പുതിയ കാര്യമല്ല. അദ്ദേഹം SNC ലാവലിൻ കേസ് വന്നപ്പോ ഇതിലേറെ വലിയ തട്ടിപ്പ് നടത്തുകയും ആ തട്ടിപ്പിനെ അവരുടെ പാർട്ടിയുടെ അക്കൗണ്ടിലാക്കുകയും അത് അദ്ദേഹവും പാർട്ടി സംവിധാനവും കൂടി വീതിച്ചെടുത്തതായതുകൊണ്ട് അത് രാജ്യത്തിന്റെ ഒരു നഷ്ടമൊന്നുമല്ല, അഴിമതി ഒരു പ്രശ്നമല്ല എന്ന മട്ടിൽ ആ വിഷയത്തെ കാണുന്നതാണ്. അതെ, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ, രാജ്യത്തെ കൊള്ളയടിക്കുന്ന വലിയ അഴിമതി എന്നുള്ള തരത്തിൽ തന്നെയാണ് SFIO റിപ്പോർട്ടിലും പറയുന്നത്.